ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് 2 kg വലുപ്പത്തിലുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് വരുന്നത്. ഡീറ്റെയിൽ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് ഈ ഒരു കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കേക്കിൻ്റെ എല്ലാവിധ സ്റ്റെപ്സും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 kg വലുപ്പത്തിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഒരു ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു മാറ്റാനാണ്. അപ്പോൾ ഈ 2 kg വെയിറ്റ് വരുന്ന ഈ ഒരു കേക്കിന് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ട് ബാക്കിയുള്ള ഭാഗം മൈദ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈദൻ്റെ മെഷർമെൻ്റ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, നമ്മൾ കുത്തി നിറച്ചിടരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറിൻ്റെ പകുതി വേണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഞാനിവിടെ ബേക്കിംഗ് പൗഡർ ഇല്ലാതെയും കേക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് പകരം വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വിനീഗർ എങ്ങനെയാണ് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ മുന്നിലെ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൊക്കോ പൗഡർ ചേർത്തോണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ഷിഫ്റ്റ് ചെയ്തിട്ട് തരിച്ച് മാറ്റിയെടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ 8 എഗ്ഗ് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന ബൗളിൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് എഗ് വൈറ്റിൽ എഗ് യോക്കിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകരുത്. അതുപോലെ തന്നെ മുട്ടൻ്റെ തോട് അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള എഗ് വൈറ്റ് ആയിരിക്കണം. ഈ ഒരു എഗ് വൈറ്റിലേക്ക് 2 പിഞ്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുവരെ ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് മെമ്പേഴ്സ് കമൻസ് ആയിട്ട് വരുന്നുണ്ട്, എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നില്ല, എന്താ കാരണം? നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള എഗ് വൈറ്റ് കിട്ടുള്ളൂ. ഈ ഒരു കേക്കിന് 2 കപ്പ് പൗഡേർഡ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ് യോക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എഗ് വൈറ്റ് സ്റ്റിഫായിട്ട് വന്നതിന് ശേഷമാണ് എഗ് യോക്ക് ചേർത്ത് കൊടുക്കുന്നത്. എഗ് യോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എഗ്ഗിൻ്റെ ടേസ്റ്റും സ്മെല്ലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2.5 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എഗ് യോക്ക് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ലോ സ്പീഡ്, അതായത് ഒരു സ്പീഡ് 1 ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഓരോന്നും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത എഗ് യോക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ സ്ലോയിൽ വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഓയിൽ. ഈ ഒരു കേക്കിന് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ. അതും ഇതുപോലെ ലോ സ്പീഡിലിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്ററൊക്കെ മാറ്റിയതിന് ശേഷം ബാറ്റർ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ തരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു 2-3 തവണ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഓരോ ബാച്ചും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ശേഷമാണ് അടുത്ത ബാച്ച് മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ വീഡിയോയിൽ തന്നെ വളരെ സ്ലോയിലാണ് കാണിക്കുന്നത്. ഇതുപോലെ സ്ലോയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ 2-3 തവണ ആയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫസ്റ്റ് ചേർക്കണം. അതുപോലെ തന്നെ അതിന് ശേഷം മാത്രമേ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതവിടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ ബാറ്റർ. ഇനി ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലും ബേക്ക് ചെയ്യാവുന്നതാണ്. 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാകുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 40 മുതൽ 45 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ബേക്കായി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിത് 10 ഇഞ്ചിലാണ് ബേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഹൈറ്റിൽ തന്നെ കിട്ടും. പിന്നെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാവുന്നതുമാണ്. എഗ് വൈറ്റും എഗ് യോക്കും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സാധാരണ കേക്കിനേക്കാളും കുറച്ചധികം ഹൈറ്റിലാണ് കേക്ക് കിട്ടുക. പിന്നെ എക്സ്ട്രാ ഒരു സോഫ്റ്റും ഈ ഒരു കേക്കിന് ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ്. തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ലെയറിൽ ഞാൻ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെയർ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തതാണ്. സെയിം മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടാണ് പിറ്റേന്നാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ലാസ്റ്റത്തെ ലെയറാണ് കേക്ക് വെച്ച് കൊടുക്കുന്നത്. അതായത് ഒരു കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പം അതിന് ഏറ്റവും താഴ്വശത്തുള്ള ലെയറാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മുകൾ വശത്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കേക്ക് ജസ്റ്റ് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ഒരുപാട് കേക്കിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കരുത് കേട്ടോ. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി കേക്ക് ക്രംസ് ഒക്കെ മുകളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ക്ലിയർ ആക്കി എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഐസിങ് നൈഫ് വെച്ച് ചെയ്തതിന് ശേഷം ബാക്കി ഇതുപോലത്തെ ഒരു സ്ക്രീപ്പർ വെച്ചിട്ട് വലിച്ചെടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കാർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതാ കംപ്ലീറ്റ് കേക്കിൻ്റെ ഫിനിഷിങ് ലുക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി കേക്കിൻ്റെ ഒരു സൈഡിൽ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1:1 ആണ്. ഒരു 1/4 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തതാണ്. അങ്ങനെ ആകുമ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്ന സമയത്ത് നല്ല ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഡ്രിപ്പ് ചെയ്തിട്ട് ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. 1mm നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കേക്കിൻ്റെ ഏറ്റവും താഴ്വശത്തായിട്ട് കുറച്ചും കൂടി ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് ഒരു ഡാർക്ക് കളറിൽ കേക്കിന് കുറച്ച് പേൾ വർക്കും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലാണ് ഈ ഒരു പേൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ചേർത്ത് കൊടുത്തിട്ട് കേക്ക് അങ്ങ് ഡെക്കറേഷൻ ചെയ്തെടുത്തു. വളരെ സിമ്പിളായിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ നല്ല ലുക്കിൽ നമുക്ക് കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെസിപ്പി 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. മാത്രമല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.